ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുക്കറിൽ കക്കയിറച്ചി അവിയലും കപ്പയുമാണ്. അപ്പൊ പോകാം വീഡിയോയിലേക്ക്. കക്കയിറച്ചിയുടെ ഉള്ളിൽ ഒരു അഴുക്കുണ്ട്, അത് എടുത്തു കളഞ്ഞതിന് ശേഷം നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തു. കക്കയിറച്ചിയിൽ ആവശ്യത്തിന് വെള്ളവും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് തിളപ്പിച്ച് വാർത്തു വെച്ചു. ഇതുപോലെ തന്നെ കപ്പയിലും ആവശ്യത്തിന് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചതിന് ശേഷം വാർത്തു വെച്ചു. വൃത്തിയാക്കി വെച്ച പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയ ഉള്ളിയും അരിഞ്ഞു മാറ്റിവെച്ചു. കക്കയിറച്ചിക്ക് ആവശ്യമായ തേങ്ങയും പച്ചമുളകും പെരിഞ്ചീരകവും മിക്സിയിൽ ചതച്ചെടുത്തു. അതുപോലെ തന്നെ കപ്പയ്ക്ക് ആവശ്യമായ തേങ്ങയും പച്ചമുളകും ചതച്ച് മാറ്റിവെച്ചു. കുക്കറിൽ എണ്ണ ചൂടാകുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കുറച്ച് ഉപ്പും ചേർത്ത് വഴറ്റുക. അതിലേക്ക് ഒതുക്കിയ തേങ്ങ ചേർക്കുക. ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും വേവിച്ച് വെച്ച കക്കയിറച്ചിയും ചേർത്ത് ഇളക്കുക. ഇതിലേക്ക് കുറച്ച് വെള്ളവും ഒഴിച്ച് കുക്കർ മൂടി 2 വിസിൽ വരെ അടുപ്പിക്കുക. അതിനുശേഷം വേപ്പിലയും കുരുമുളക് പൊടിയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും ചേർത്ത് 2 മിനിറ്റ് വേവിച്ച ശേഷം ഇറക്കി വെക്കുക. കക്കയിറച്ചി അവിയൽ റെഡിയായി. ഇനി നമുക്ക് കപ്പ റെഡിയാക്കാം. ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് പൊട്ടിച്ച് അതിൽ വറ്റൽമുളക്, വേപ്പില, ചെറിയുള്ളി ഇവയെല്ലാം ചേർത്ത് മൂത്ത് കഴിയുമ്പോൾ ഒതുക്കി വെച്ച തേങ്ങാക്കൂട്ട് ചേർത്ത് വേവിക്കണം. തുടർന്ന് വേവിച്ചു വെച്ച കപ്പയും ചേർത്ത് മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മുടെ കപ്പയും കക്കയിറച്ചിയും റെഡിയായി. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.